നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്? സാധാരണ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളുടെ ഉദ്ദേശം പഠിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളും അതേപോലെ തന്നെ അധ്യാപകരും എല്ലാം നമ്മളോട് പറയുന്നതും അതാണ്. അതിനുശേഷം നമ്മളുടെ പർപ്പസ് ജോലി എന്നുള്ളതാണ്. പഠിക്കുന്നതിന്റെ തന്നെ ഒരു ഉദ്ദേശം ജോലി കിട്ടുക എന്നുള്ളതാണ്. ജോലിക്ക് ശേഷം വിവാഹമായി, കുട്ടികളെന്നുള്ള ചിന്തയായി, സ്വന്തമായി ഒരു വീട് എന്നുള്ള ചിന്തയായി, ഇതേ കാര്യം ഒരു ചാക്രിക പ്രവർത്തനമായി വീണ്ടും നടക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാരുടെ ജീവിതം. നമ്മുടെ കുടുംബം രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മക്കളുടെ കുടുംബത്തെ പറ്റിയിട്ടാണ് നമ്മളുടെ ചിന്ത. അവരുടെ പഠനം, അവരുടെ കല്യാണം, പിന്നെ അവരുടെ കുട്ടികൾ, ഇതാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതം. പക്ഷേ ആ തരത്തിലുള്ള ജീവിതത്തിന് വലിയ ഒരു ദോഷമുണ്ട്. നാം ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നാം ഒരിക്കലും വ്യക്തികളെ ഫോക്കസ് ചെയ്യരുത്. അത് നമ്മുടെ മക്കളായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് പിന്നീട് കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും നമ്മളെപ്പോലെ തന്നെയുള്ള വ്യക്തിത്വങ്ങളാണ്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നാളെ അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് അവർ മാറുമ്പോൾ, അവരങ്ങനെ ജീവിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നേക്കാം, നമുക്ക് നാളെ കരയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ മൂല്യബോധവുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടാവണം. ജീവിതത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ എന്തിനാ ജീവിക്കുന്നതെന്ന്. മറ്റു ജീവികൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. മറ്റു ജീവികളെ സംബന്ധിച്ച് എന്താണ്? അവർക്ക് ഭക്ഷണം കഴിക്കുക, ഇണ ചേരുക, ഉറങ്ങുക എന്നുള്ളതൊക്കെ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും. കാരണം മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല. നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും നമ്മളുടെ ജീവിതം രൂപപ്പെടുത്താനുമുള്ള കഴിവ് നമുക്കുണ്ട്. ഒരിക്കലും നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങളല്ല. ചിലർ പറയാറുണ്ട് എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് ഒരു പർപ്പസ് ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. അവർ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്, അവരുടെ ജീവിതം ഒഴുക്കിനനുസരിച്ച് പോവുകയാണ്. വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല അവർക്ക് ജീവിതത്തെ പറ്റി. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ചില മേഖലകളിൽ കഴിവുണ്ട്. നിങ്ങൾക്ക് കഴിവുള്ള മേഖല കണ്ടെത്തുക, അതായത് നിങ്ങളുടെ പാഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പാഷനായിട്ടുള്ളത് ആ ഒരു മേഖല കണ്ടെത്തുക. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് കഴിവുള്ളത് ആ കഴിവുള്ള കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി അത് ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം അത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടിയുണ്ടാവുമോ? ഒരിക്കലും നമുക്ക് മടിയുണ്ടാവില്ല. പൊതുവെ കുട്ടികൾക്കെല്ലാം രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം കൂടി ഒരു ടൂറ് പോകുന്നു. അന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കണം, 4 മണിക്ക് എഴുന്നേൽക്കണം. ഏതെങ്കിലും കുട്ടിയെ അമ്മ വിളിച്ചുണർത്തേണ്ടതായിട്ട് വരുമോ? 2 മണി ആകുമ്പോഴേ അവൻ ഉണരും, ഇല്ലേ? എന്നിട്ട് അമ്മയടുത്ത് ചോദിക്കും, അലാറം അടിച്ചോ എന്ന് ചോദിക്കും. കാരണം അവനത് താല്പര്യമുണ്ട്, ആ യാത്ര അവന് താല്പര്യമുണ്ട്. അതുകൊണ്ട് അവൻ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പാഷൻ, നിങ്ങൾക്ക് അഭിനിവേശമുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്തുക. നിങ്ങളുടെ മൂല്യബോധം, ഏതൊക്കെ കാര്യത്തിലാണ് നിങ്ങളുടെ മൂല്യബോധം ഉള്ളതെന്ന് കണ്ടെത്തുക. ഇത് രണ്ടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ലക്ഷ്യം നിങ്ങൾ രൂപപ്പെടുത്തുക. ഇപ്പോ മഹാത്മാഗാന്ധി, ഇല്ലേ? എങ്ങനെയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടത്? ആ കാലത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി രൂപപ്പെടുന്നതിന് മുമ്പ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു നിയമ വിദ്യാർത്ഥി, ആ കാലത്ത് നിയമം പഠിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അദ്ദേഹത്തിന് ആ പഠനത്തിനൊക്കെ ശേഷം നല്ല ഒരു വക്കീലായിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ വെച്ചിട്ട് അദ്ദേഹം ജീവിതത്തിൽ ഒരു നിർണായക സമയത്ത് തീരുമാനമെടുക്കുകയാണ്. സ്വാതന്ത്ര്യ സമരമാണ് ഈ നാട്ടിൽ നിന്നും വെള്ളക്കാരെ ആട്ടി പുറത്താക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം, അതും അഹിംസയിലൂടെ. അവിടാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നിടത്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയായിട്ട് മാറുന്നത്. ഇതേപോലെയാണ് രാജാറാം മോഹൻ റോയ്, അല്ലെ? സതി എന്ന് പറയുന്ന ആ ഒരു ദുരാചാരം, തന്റെ കുടുംബത്തിൽ ഒരു സ്ത്രീയെ നിർബന്ധിച്ച് സതി അനുഷ്ഠിക്കുന്ന ആ ഒരു ദൗർഭാഗ്യകരമായ കാഴ്ച കണ്ടപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് അത് ഉണ്ടാകരുത്, എൻ്റെ ജീവിതത്തിന്റെ ദൗത്യം അതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിടത്താണ് അദ്ദേഹത്തിന് ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചാർത്താൻ വേണ്ടി സാധിക്കുന്നത്. മദർ തെരേസ ആയിക്കൊള്ളട്ടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള എല്ലാ വ്യക്തികളും അങ്ങനെ വന്നവരാണ്. ഇതേപോലെ തന്നെയാണ് വിവിധ മേഖലകളിൽ, വ്യവസായത്തില് നമ്മുടെ യൂസഫ് അലി മുതൽ, അതേപോലെ തന്നെ കൊച്ചൂഫ് ചിറ്റിരപ്പള്ളി, ഇല്ലേ? അദാനി, അംബാനി, അങ്ങനെ ലോകം അറിയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും രൂപപ്പെടുന്നത് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ബിസിനസ് ആണെന്ന് അവർ തിരിച്ചറിയുന്ന ഇടത്താണ്.
ചിലര് അത് കായിക രംഗത്താണ് തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുന്ന വ്യക്തികളാണ് സച്ചിനെ പോലെ ഉള്ള വ്യക്തികൾ. കായിക രംഗത്ത്, കലാരംഗത്ത്, മമ്മൂട്ടി മോഹൻലാലും ഒക്കെ സിനിമയിലാണ് അവരുടെ ആ ഒരു ഉദ്ദേശം, അവരുടെ ജീവിതത്തിന്റെ പർപ്പസായിട്ട് അവർ തിരഞ്ഞെടുത്തത് ആ കായിക രംഗമാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ മൂല്യബോധവും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ബിന്ദുവിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ശ്രദ്ധയെത്തുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതായത് നമ്മൾ യാത്ര പോകുമ്പോഴേ നമുക്ക് ആ യാത്ര പോകുന്ന സ്ഥലത്തെ പറ്റിയിട്ടൊരു ധാരണയില്ലേ? തിരുവനന്തപുരത്തുള്ള ഒരാള് എറണാകുളത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ അദ്ദേഹം എറണാകുളത്തിനാണ് പോകുന്നതെന്ന്? നേരത്തെ തീരുമാനിച്ചിട്ട് വേണ്ടേ യാത്ര ചെയ്യാൻ? അല്ലാതെ നമ്മൾ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നേരെ ട്രെയിനോ ബസ്സിനോ കയറി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്താൽ എവിടെയെങ്കിലും നമ്മൾ എത്തുമോ? അപ്പം ജീവിതത്തിൽ നിങ്ങൾ ഒരു പർപ്പസ് ഇല്ലാതാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെ കൃത്യമായൊരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങും എത്തില്ല. നമ്മളുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമല്ലേ? അതുപോലെ തന്നെ നാം ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ പർപ്പസ് ഇന്നതാണെന്ന് ഓരോരുത്തർക്കും ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടി കഴിയില്ല. ചിലർക്ക് പാചകത്തിലായിരിക്കും കഴിവുള്ളത്, ചിലർക്ക് യാത്രകളാണ് ആയിരിക്കും അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ട് മാറുന്നത്, ചിലർക്ക് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനമായിരിക്കും വഴിത്തിരിവായിട്ട് മാറുന്നത്, ചിലർക്ക് ബിസിനസ് മേഖലയായിരിക്കും വഴിത്തിരിവായിട്ട് മാറുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളത്, എവിടെയാണ് നിങ്ങൾക്കത് പാഷനായിട്ടുള്ളത്? പാഷനായിട്ട് ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിന് നമുക്കൊരിക്കലും മടുപ്പുണ്ടാവില്ല. അത് നമ്മൾ കേവലം പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ പാഷൻ വേണമെന്ന് പറയുന്നത് എത്ര തിരിച്ചടി വന്നാലും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസായിട്ട് എടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച് അതിനായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കയ്യൊപ്പ് ചാർത്താൻ വേണ്ടി സാധിക്കും. ജീവിതത്തിന്റെ അവസാന നാളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമായി എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് മേഖലയാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ മേഖലയിലേക്ക് നാളെ കടന്നു വരുന്ന പുത്തൻ കൂട്ടുകാർക്ക്, പുതുതലമുറയ്ക്ക് നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ കാലടികളെ അവർക്ക് പിന്തുടരാൻ എന്തെങ്കിലും നിങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഒരു ഓർഡിനറി ലൈഫിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് മാറണമെങ്കിൽ ജീവിതത്തിനൊരു പർപ്പസ് ആവശ്യമാണ്. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അപ്പൊ ആ തരത്തിൽ ചിന്തിക്കുക. കേവലം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ ഒരു ലക്ഷ്യം കണ്ടെത്തുക. ആ ലക്ഷ്യത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല മനോഹരമായ, എല്ലാവർക്കും മാതൃകയായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ അത് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.